നമസ്കാരം, എൻ്റെ പേര് അമ്പിളി. എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നഗരത്തിൽ ഒരു യക്ഷൻ എന്ന കവിത പഠിച്ചു. ഇനി ഞാൻ ആ പാഠത്തിലെ ചോദ്യങ്ങളും അതിനോടനുബന്ധിച്ച ഉത്തരങ്ങളുമാണ് നിങ്ങൾക്ക് നൽകുവാൻ പോകുന്നത്. നമുക്ക് ചോദ്യ ഉത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. നിന്നഭാവത്തിൽ അനുഭവിക്കുന്നു ഞാൻ അമ്മയെ പണ്ട് പിരിഞ്ഞതിൻ വേദന. കവി ഇങ്ങനെ പറയുന്നതിന് കാരണമെന്ത്? നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുക. ഇണക്കങ്ങളും പിണക്കങ്ങളും ഇടകലർന്നുള്ള ദാമ്പത്യ ജീവിതത്തിൻ്റെ ചിത്രീകരണമാണ് ഈ കവിത. ജോലിയുടെ ആവശ്യത്തിനായി ദൂരെ നഗരത്തിൽ പോയപ്പോഴാണ് വിരഹദുഃഖം കവി അറിയുന്നത്. എല്ലാറ്റിനും നിറം മങ്ങിയെങ്കിലും അതിനൊക്കെ മീതെ സ്നേഹത്തിൻ്റെ നിറഭേദങ്ങൾ കവി തിരിച്ചറിയുന്നു. ഓഫീസിൽ പണിയെടുക്കുന്നവരൊരുമിച്ച് ലോഡ്ജിൽ കഴിയുമ്പോഴാണ് ഭാര്യയെ പിരിഞ്ഞിരിക്കുന്ന വേദന കവി അറിയുന്നത്. ആ സാഹചര്യം പണ്ട് അമ്മയുമായി പിരിഞ്ഞ വേദന കവിക്ക് നൽകുന്നു. അമ്മ നഷ്ടമായപ്പോൾ ഉണ്ടായ വേദന അമ്മ നൽകിയ സ്നേഹത്തിൻ്റെ ആഴത്തെ കാണിക്കുന്നു. ഇപ്പോൾ അമ്മയുടെ അഭാവത്തിൽ മാതൃസ്നേഹം കൂടി നൽകാൻ ഭാര്യയ്ക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് കവിക്ക് അമ്മയെ പിരിഞ്ഞപ്പോഴുണ്ടായ സമാന വേദന ഭാര്യയെ പിരിഞ്ഞപ്പോഴും ഉണ്ടായത്. ചോദ്യം 2. പേന മരിച്ചു കിടപ്പൂ നിൻ ട്രങ്കിൻ്റെ മൂലയിൽ കൊക്കുകൾ പൂട്ടിയിരുന്നു നാം. കവിയുടെ വർത്തമാനകാല ജീവിതത്തെക്കുറിച്ചുള്ള എന്തെല്ലാം സൂചനകളാണ് ഈ വരികളിൽ തെളിയുന്നത്? വ്യക്തമാക്കുക. അകലുമ്പോഴാണ് ആത്മബന്ധങ്ങൾക്ക് മുറുക്കം കൂടുന്നത്. പ്രിയപ്പെട്ടവരെ പിരിഞ്ഞ് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരിക സങ്കടകരമായ ജീവിതാവസ്ഥയാണ്. ഈ അവസ്ഥയുടെ ആവിഷ്കരണമാണ് നഗരത്തിൽ ഒരു യക്ഷൻ എന്ന കവിത. ജോലിയുമായി ബന്ധപ്പെട്ട് ദൂരെ നഗരത്തിൽ കഴിയേണ്ടി വരുന്ന കവി ഭാര്യയെ വേർപെട്ടു കഴിയുമ്പോൾ സ്വയം യക്ഷനായി മാറുകയും ഭാര്യയ്ക്കുള്ള സന്ദേശം എഴുതുകയും ചെയ്യുന്നു. പ്രണയകാലത്ത് കത്തുകളിലൂടെ ആശയവിനിമയം നടത്തിയിരുന്നു. വിവാഹശേഷം കത്തുകളിലൂടെയുള്ള ആശയവിനിമയം ഇല്ല. അതുകൊണ്ടാണ് ട്രങ്കിൻ്റെ മൂലയിൽ പേന മരിച്ചു കിടക്കുന്നു എന്ന് കവി പറയുന്നത്. എഴുതുന്നില്ലെങ്കിൽ പേന കൊണ്ട് എന്തു പ്രയോജനം? പണ്ടുകാലത്ത് വിലപ്പെട്ടവയെല്ലാം സൂക്ഷിച്ചിരുന്നത് ട്രങ്ക് പെട്ടിയിലായിരുന്നു. പ്രണയകാലത്ത് കൊക്കുകൾ തുറന്നിരുന്നു. ആശയപ്രകടനങ്ങളുടെയും സ്നേഹത്തിൻ്റെയും കാലം. എന്നാൽ ഇന്ന് പ്രണയകാലത്തെ ആശയപ്രകടനങ്ങളുടെ തീവ്രത ഇല്ലാതായിരിക്കുന്നു. അതുകൊണ്ടാണ് ചുണ്ടുകൾ പൂട്ടിയിരിക്കുന്നു എന്ന് പറയുന്നത്. ചോദ്യം 3. അകലുന്തോറും അടുത്തേക്ക് വരാൻ കൊതിക്കുന്ന സ്നേഹത്തിൻ്റെ ഊഷ്മളമായ അനുഭവമാണ് നഗരത്തിൽ ഒരു യക്ഷൻ എന്ന കവിത. വിലയിരുത്തുക. അകലുമ്പോഴാണ് ആത്മബന്ധങ്ങൾക്ക് മുറുക്കം കൂടുന്നത്. പ്രിയപ്പെട്ടവരെ പിരിഞ്ഞ് ജീവിക്കുക വളരെ സങ്കടകരമായ അവസ്ഥയാണ്. ഇവിടെ കവിതയിലെ നായകൻ സ്വയം യക്ഷനാകുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട് ദൂരെ നഗരത്തിൽ താമസിക്കുന്ന കവി ഭാര്യയെ വേർപിരിഞ്ഞതിനാലുള്ള ദുഃഖങ്ങൾ ഭാര്യയ്ക്കുള്ള സന്ദേശരൂപത്തിൽ എഴുതുന്നു അല്ലെങ്കിൽ പറയുന്നു. ഭാര്യയെ പിരിഞ്ഞ് താമസിച്ചപ്പോഴാണ് ഭാര്യയുടെ സ്നേഹത്തിൻ്റെ ആഴം കവി അറിയുന്നത്. പണ്ട് അമ്മയെ നഷ്ടപ്പെട്ടപ്പോഴുള്ള വേദനയ്ക്ക് തുല്യമാണ് ഇപ്പോൾ ഭാര്യയെ പിരിഞ്ഞ വേദന എന്ന് കവി പറയുന്നു. പ്രണയകാലവും വിവാഹ ജീവിതവും കവി ഓർമ്മിക്കുന്നു. വിവാഹം കഴിഞ്ഞ നാളുകളിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ശക്തമായ മാനസിക ബന്ധം ഉണ്ടാകും. ജീവിതം മുന്നോട്ടു പോകുമ്പോൾ ആ ബന്ധം കുറഞ്ഞു പോകും. അടുത്തിരിക്കുമ്പോൾ അകൽച്ച, അകന്നിരിക്കുമ്പോൾ അടുപ്പം.
ദാമ്പത്യ ബന്ധത്തിൻ്റെ ഒരു സവിശേഷതയാണത്. ഈ കവിതയിലും അകന്നു കഴിയേണ്ടി വന്നപ്പോഴുള്ള വിരഹ തീവ്രതയാണ് കാണപ്പെടുന്നത്. കഴിഞ്ഞുപോയ മധുവിധു കാലത്തിനേക്കാളും ഈ വേർപാടിൽ എനിക്ക് നിന്നോടുള്ള പ്രിയമാണുള്ളതെന്ന് കവി തുറന്നു പറയുന്നുണ്ട്. ചോദ്യം 4. പോയ മധുവിധു കാലത്തിനേക്കാളും ഇന്ന് പ്രിയമുണ്ടെനിക്ക് നിന്നോടെടോ. ഈ വരികളുടെ ആശയമെന്ത്? അകലുമ്പോഴാണ് ആത്മബന്ധങ്ങൾക്ക് ആഴം കൂടുന്നത്. പ്രിയപ്പെട്ടവരെ പിരിഞ്ഞ് ഒറ്റയ്ക്ക് ജീവിക്കുക വളരെ സങ്കടകരമായ അവസ്ഥയാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് ദൂരെ താമസിക്കേണ്ടി വരുന്ന കവി ഭാര്യയെ ഓർമ്മിക്കുന്നു. അവരുടെ ദാമ്പത്യ ജീവിതം ഓർമ്മിക്കുന്നു. വിവാഹത്തിന് മുമ്പുള്ള ഭാര്യയുടെ പുതുമയെല്ലാം ഇപ്പോൾ മാഞ്ഞിരിക്കുന്നു. വേനലിൻ്റെ ചൂടിൽ വരളുകയും കൊടും മഞ്ഞുകാലത്ത് അഭംഗി കലരുകയും ചെയ്ത ഭാര്യയുടെ ചുണ്ടുകൾ കവിയെ വേദനിപ്പിക്കുന്നു. ബാഹ്യ സൗന്ദര്യ നഷ്ടങ്ങളെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ മധുവിധു കാലത്തിനേക്കാളും ഇന്ന് പ്രിയമുണ്ടെനിക്ക് നിന്നോടെടോ എന്ന കവിയുടെ വാക്കുകളിൽ നിന്നും ഭാര്യയുടെ ആന്തരിക സൗന്ദര്യം പഴയതിനേക്കാൾ ഏറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഭാര്യയെ വേർപിരിഞ്ഞ് താമസിച്ചപ്പോൾ ഭാര്യയുടെ യഥാർത്ഥ സൗന്ദര്യം അല്ലെങ്കിൽ സ്നേഹം ഇവ കവി കണ്ട് മനസ്സിലാക്കുന്നു. അടുത്ത ചോദ്യം. മാഞ്ഞു പുതുമ വിവാഹിതയാം മുമ്പ് നീ അണിയാറുള്ള ഭംഗികൾക്കൊക്കെയും എന്നാണ് കവിത ആരംഭിക്കുന്നത്. പോയ മധുവിധു കാലത്തിനേക്കാളും ഇന്ന് പ്രിയമുണ്ടെനിക്ക് നിന്നോടെടോ. കവിത അവസാനിക്കുന്നത് ഈ വരികളിലും. കുടുംബ ജീവിതത്തിൻ്റെ പ്രസാദാത്മകമായ ചിത്രം ഈ വരികളിലുണ്ടോ? വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. ആധുനിക സമൂഹത്തിൻ്റെ ദൃഢതയില്ലാത്ത പ്രശ്നങ്ങൾ നിറഞ്ഞ കുടുംബാന്തരീക്ഷങ്ങൾക്ക് നേരെയുള്ള ഒരു ചോദ്യചിഹ്നമാണ് ഈ കവിത. അകന്നിരിക്കുമ്പോഴാണ് ബന്ധങ്ങൾക്ക് ആഴം കൂടുന്നത്. ജോലിയുമായി ബന്ധപ്പെട്ട് നഗരത്തിലേക്ക് പോകുന്ന കവി ആദ്യമായി ഭാര്യയെ പിരിഞ്ഞ വേദന അനുഭവിക്കുന്നു. വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് തമ്മിൽ ശക്തമായ ഒരു മാനസിക ബന്ധം ഉണ്ടാകുന്നു. ജീവിതം മുന്നോട്ടു പോകുമ്പോൾ ആ ബന്ധത്തിൻ്റെ അളവ് കുറയുന്നു. അടുത്തിരിക്കുമ്പോൾ അകൽച്ച, അകന്നിരിക്കുമ്പോൾ അടുപ്പം എന്നത് ദാമ്പത്യത്തിൻ്റെ സവിശേഷതയാണ്. വിവാഹ നാളുകളിലെ ഭാര്യയുടെ സൗന്ദര്യം ഇപ്പോൾ നഷ്ടമായിരിക്കുന്നു. ഇങ്ങനെയാണ് കവിത ആരംഭിക്കുന്നത്. എന്നാൽ ഭാര്യയെ പിരിഞ്ഞപ്പോൾ അമ്മയെ വേർപിരിഞ്ഞ വേദനയാണ് കവിക്ക് അനുഭവപ്പെട്ടത്. സ്നേഹവും ഒപ്പം മാതൃവാത്സല്യവും പകർന്നു തരുന്ന ഭാര്യയുടെ സ്ഥാനം കവി തിരിച്ചറിയുന്നു. ഭാര്യയെ വേർപിരിഞ്ഞ് താമസിച്ചപ്പോൾ ഭാര്യയെക്കുറിച്ചുള്ള ഓർമ്മകളാണ് മനസ്സ് നിറയെ. പോയ മധുവിധു കാലത്തിനേക്കാളും ഇന്ന് പ്രിയം ഭാര്യയോടുണ്ട് എന്നു പറഞ്ഞ് കവിത അവസാനിക്കുന്നു. ഇണക്കങ്ങളും പിണക്കങ്ങളും നിറഞ്ഞതാണ് ദാമ്പത്യം. ഇവയെല്ലാം ഉണ്ടെങ്കിലേ ദാമ്പത്യം മനോഹരമാകുകയുള്ളൂ. പ്രസാദാത്മകമായ ഒരു കുടുംബാന്തരീക്ഷത്തിൽ എല്ലാറ്റിനും മേലെയുള്ള വികാരം സ്നേഹമാണ്. ഇത്തരത്തിലുള്ള ഒരു കുടുംബ ചിത്രമാണ് ഈ കവിതയിൽ കാണുന്നത്. ചോദ്യം 6. നഗരത്തിൽ ഒരു യക്ഷൻ എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം പരിശോധിക്കുക. മഹാകവി കാളിദാസന്റെ ഒരു മഹത് കൃതിയാണ് മേഘസന്ദേശം. ജോലിപ്പിഴവിനുള്ള ശിക്ഷയായി ഭാര്യയെ വേർപിരിഞ്ഞ് താമസിക്കുക എന്ന ശിക്ഷ യക്ഷന് ലഭിക്കുന്നു. ഭാര്യയെ ഏറെ സ്നേഹിച്ച യക്ഷൻ വിരഹാതുരനായി വിലപിക്കുകയാണ് മേഘസന്ദേശത്തിൽ. ഇവിടെ കവിയും ഭാര്യയെ വേർപിരിഞ്ഞ് താമസിക്കാൻ വിധിക്കപ്പെടുന്നു. ജോലിയുമായി ബന്ധപ്പെട്ടാണെന്ന് മാത്രം. യക്ഷൻ രാമഗിരിയാശ്രമത്തിൽ ഒറ്റപ്പെട്ട് ജീവിച്ചപ്പോൾ കവി നഗരത്തിൽ ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെടുന്നു.
ലോഡ്ജിലെ സുഹൃത്തുക്കൾ പത്രവൃത്താന്തവും മറ്റും ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും തങ്ങൾ തന്നുള്ളറയിങ്കൽ ഒറ്റയ്ക്കിരുന്ന് എപ്പോഴും കേഴുന്നു എന്നാണ് കവി പറയുന്നത്. മധുവിധു കാലത്തെ നിറങ്ങൾക്ക് വ്യത്യാസം വന്നേക്കാം. എന്നാൽ അകലുമ്പോൾ ആ വർണ്ണമില്ലായ്മ പുതുതിളക്കത്തോടെ ഓടിയെത്തും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മനുഷ്യാവസ്ഥയെപ്പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒരു ചെറുപുഞ്ചിരിയിലെ കുറിപ്പിൻ്റെ അഭിപ്രായമാണിത്. മനുഷ്യബന്ധങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്ന യൂണിറ്റിലെ മറ്റു പാഠങ്ങളുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യുക. ഈ ചോദ്യം ഒരു ചെറുപുഞ്ചിരി എന്നതിലെ പഠന പ്രവർത്തനങ്ങളിൽ നൽകിയിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ഈ കവിത കൂടി പഠിച്ചിട്ട് ഇതിൻ്റെ ഉത്തരം തരാം എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പാഠത്തിൽ ഈ ഉത്തരം നൽകുന്നത്. കുറുപ്പിനോടൊപ്പം ജോലി ചെയ്തിരുന്ന ചിന്നമണിയമ്മ വീണു പരിക്കുപറ്റിയെന്ന് അമ്മാളു പറയുമ്പോൾ മനുഷ്യാവസ്ഥയെപ്പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് കുറുപ്പ് മറുപടി പറയുന്നു. മനുഷ്യർ തമ്മിലുള്ള ബന്ധം അതാണ്. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം എന്ന യൂണിറ്റിലെ പാഠങ്ങളുടെ പൊതുവായ ആശയം അതുതന്നെയാണ്. ഭാര്യയെ വേർപെട്ട് ദൂരെ നഗരത്തിൽ ജോലിയുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന കവിയുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഓർമ്മകളാണ് നഗരത്തിൽ ഒരു യക്ഷൻ എന്ന കവിതയിൽ നാം കാണുന്നത്. ഭർത്താവിൻ്റെ ചതിയിൽ വേദനിക്കുന്ന, ജീവിതം നഷ്ടപ്പെട്ട പത്മിനി, അകാലത്തിൽ മരണമടഞ്ഞ ഭർത്താവിനെ മകളിലൂടെ കണ്ട് ജീവിക്കുന്ന പയറുവള്ളികളിൽ തൂങ്ങി നമ്മളൊക്കെ എന്ന കഥയിലെ കഥാനായിക, വയറുനിറയെ ആഹാരം കഴിച്ച് ഉറങ്ങാൻ കിടന്ന കുറുപ്പ് ഒരു നിമിഷം കൊണ്ട് മരണമടയുന്ന അവസ്ഥ തുടങ്ങിയ കാര്യങ്ങൾ മനുഷ്യൻ്റെ അവസ്ഥ എങ്ങനെയായിത്തീരും എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല എന്ന് വ്യക്തമാക്കി തരുന്നു. അടുത്ത ചോദ്യം പഠന പ്രവർത്തനങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. 2 കവിതാഭാഗങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. NN കക്കാടിൻ്റെ സഫലമീ യാത്ര എന്ന കവിതയിലെ ഏതാനും വരികളും വൈലോപ്പിള്ളിയുടെ കണ്ണീർ പാടം എന്ന കവിതയിലെ ഏതാനും വരികളും. ചോദ്യം ഒന്ന് നോക്കാം. പല നിറം കാച്ചിയ വളകളണിഞ്ഞുമഴിച്ചും പലമുഖം കൊണ്ടു നാം തമ്മിലെതിരേറ്റും നൊന്തും പരസ്പരം നോവിച്ചും 30 നീണ്ടൊരറിയാത്ത വഴികളിൽ എത്ര കൊഴുത്ത ചവർപ്പു കുടിച്ചു വറ്റിച്ചു നാം ഇത്തിരി ശാന്തിതൻ ശർക്കര നുണയുവാൻ. നിയമം നിറവേറ്റലെത്രയീ ദാമ്പത്യത്തിൽ, നയമെത്രയാണ് അഭിനയമെത്രയാണെന്നും കുഴിച്ചു കുഴിച്ചു നാം അനിഷ്ട സ്മൃതികൾ തന്നഴുക്കു പരതിച്ചെന്നെത്തുന്നു നരകത്തിൽ. നിർദ്ദയ ലോകത്തിൽ നാം ഇരുപേരൊറ്റപ്പെട്ടോർ, അത്രയുമല്ല തമ്മിലും ഒറ്റപ്പെട്ടോർ. പിറക്കാതിരുന്നെങ്കിൽ പാരിൽ നാം സ്നേഹിക്കുവാൻ, വെറുക്കാൻ തമ്മിൽ കണ്ടുമുട്ടാതിരുന്നെങ്കിൽ. ഇത്രയുമാണ് വരികൾ. ചോദ്യം ഇതാണ്: മുകളിൽ നൽകിയിരിക്കുന്ന കവിതാഭാഗങ്ങളിലെ ആശയം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഈ 2 കവിതാഭാഗങ്ങളിലും കവികൾക്ക് ഭാര്യമാരോടുള്ള സ്നേഹമാണ് കാണുന്നത്. ജീവിതത്തിലെ ദുഃഖവും സന്തോഷവുമെല്ലാം അനുഭവിച്ച് 30 വർഷത്തോളമായി നമ്മൾ ജീവിക്കുന്നുവെന്നും ഒരു നല്ല കാലത്തിനായി എത്രമാത്രം വേദന അനുഭവിച്ചുവെന്നും NN കക്കാട് പറയുന്നു. വൈലോപ്പിള്ളിയുടെ കവിതയിൽ ഭാര്യയോട് അമിതമായ സ്നേഹമുണ്ടെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കൂടി നരകത്തിലെത്തിയെന്നും നമ്മൾ ഒറ്റപ്പെട്ടു പോയി എന്നും കവി പറയുന്നു. കവി ഭാര്യയിൽ നിന്നും വേർപെട്ടു കഴിഞ്ഞ സാഹചര്യമാണ് ഇവിടെ പറയുന്നത്. കക്കാടിൻ്റെ കവിതയിൽ ജീവിതം പ്രതിബന്ധങ്ങളോടെതിരിട്ട് ജീവിക്കുന്ന കവിയും ഭാര്യയുമാണുള്ളത്. വൈലോപ്പിള്ളി കവിതയിൽ ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കാത്ത കവിയെ കാണാം. നമ്മൾ ആദ്യം ഒരു പ്രവേശകം പഠിച്ചല്ലോ, വീട്ടിലേക്കുള്ള വഴി. ആ പ്രവേശകത്തിലെ ഒരു ചോദ്യം, വീട്ടിലേക്കുള്ള വഴി എന്ന കവിത പങ്കുവയ്ക്കുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്യുക.
ഡി വിനയചന്ദ്രൻ എഴുതിയ ഒരു കവിതയാണ് വീട്ടിലേക്കുള്ള വഴി. ദൂരെ താമസിക്കുന്ന കവിയോട് വീട്ടിലേക്ക് എന്നാണ് പോകുന്നത് എന്ന് കൂട്ടുകാർ ചോദിക്കുമ്പോൾ കവിയുടെ മനസ്സിൽ വിരിയുന്ന ഓർമ്മകളാണ് കവിതാഭാഗം. മകൻ വരുന്നതും പ്രതീക്ഷിച്ച് അമ്മ പടിപ്പുരത്തിണ്ണയിൽ നോക്കിയിരിക്കും. ജീവിത ദുഃഖങ്ങളെല്ലാം കണ്ണുനീരായി തൊടിയിലെ തുളസിയാക്കുന്ന സഹോദരി. അടുത്തുള്ള വീടുകളിലെ പെണ്ണുങ്ങൾ വന്നെത്തി നോക്കുമ്പോൾ അതിലൊരാളെ മാത്രം ശ്രദ്ധിക്കുന്ന കവി. നാടകം, വാർഷികം, വായനശാലയ്ക്ക് കൂടുതൽ ഗ്രാൻഡ്, പൊതു വിശ്രമ സ്ഥലം, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ വരുന്ന കൂട്ടുകാർ. ഇത്രയുമാണ് നമുക്ക് ഈ പ്രവേശകവും അതുപോലെ കവിതാഭാഗവുമായിട്ട് പഠിക്കാനായിട്ട് ഉള്ളത്. ഏകദേശം പാഠവുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഞാൻ തന്നു കഴിഞ്ഞിട്ടുണ്ട്. നഗരത്തിൽ ഒരു യക്ഷൻ എന്ന കവിതയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം ഞാൻ തന്നു കഴിഞ്ഞല്ലോ. അത് ഒന്ന് വായിച്ച് കേൾക്കുക, സാധിക്കുമെങ്കിൽ ഒന്ന് എഴുതിയെടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത പാഠവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. അതുവരെ എല്ലാവർക്കും